നമ്മളെ കാട്ടാക്കട കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മലയൻകീഴ് ബ്ലോക്കായാലും വെള്ളനാട് ബ്ലോക്കായാലും ഈ ബ്ലോക്ക് കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു നല്ലൊരു സംരംഭം പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി വന്ന ഇതിൻ്റെ സംഘാടകർ, ഇതിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കാട്ടാക്കട പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇവിടെയുള്ള എല്ലാവരുടെയും പൂർണ്ണ പിന്തുണയും സഹായവും ഉണ്ടാകും. നിങ്ങളോടൊപ്പം നിങ്ങൾ ആ എടുക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവും, നമ്മൾ കൂടെ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, കൂട്ടായി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ ശില്പശാല ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്കറിയാം നമ്മുടെ ഓരോ വാർഡിലും അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിലൊക്കെ ഉള്ള പാലിയേറ്റീവ് രോഗികളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കേണ്ടതും ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്യേണ്ടതും പാലിയേറ്റീവിൽ ഉൾപ്പെട്ടവർക്കാണ്. നമുക്കും ആൽഫയുടെ പ്രവർത്തനങ്ങളുടെ ഒപ്പം നിന്ന് സമൂഹത്തിൻ്റെ ഭാഗമായി മാറാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ആൽഫയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള കമിഴിഞ്ഞ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം നിങ്ങളോടൊപ്പം ഞങ്ങളും ഇപ്പോഴും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. രോഗം ബാധിച്ചിട്ട് വളരെ കലശലായ രോഗം വന്ന് ഡോക്ടർ പറയണ ഇതിന് ചികിത്സിച്ചിട്ട് കാര്യമില്ല, വീട്ടിൽ കൊണ്ടുപോയിക്കും. അപ്പോൾ ICUവിലുള്ള അച്ഛനെ കൊണ്ടുപോയി കളയാൻ്റെ ബന്ധുവിനോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ചേട്ടന്മാരോട് പറയുമ്പോൾ, അമ്മയോട് പറയുമ്പോൾ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുക? ICUവിലുള്ള ആളെ എങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ ICUവിൽ എത്തപ്പെടുന്ന ഒഴിവാക്കലാണ് നമുക്ക് ആദ്യത്തെ ആവശ്യം. ഇത് ചികിത്സിച്ചിട്ട് ഫലമില്ല എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ധൈര്യം ഉണ്ടാകണമെങ്കിൽ അച്ഛന് വീട്ടിൽ വൈദ്യചികിത്സ കിട്ടണം. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതിനൊരു നഴ്സ് വീട്ടിൽ വരണ്ടേ? അതിന് പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ള നഴ്സിംഗ് കെയർ വീട്ടിലെത്തണം. ആസ്പത്രിയിൽ ഇതിനു വേണ്ടി പോകുമ്പോഴേക്കും അവർ ഒരുപാട് ഡോക്ടറെ കാണാതൊരു കാര്യം ചെയ്യില്ല. ഡോക്ടർ അപ്പോൾ പറയും ആ ടെസ്റ്റിന് വിട്, ഈ ടെസ്റ്റിന് വിട്, ഇവർക്കാണ് പല മരുന്ന് ആവശ്യമില്ല. പ്രത്യേക പരിശീലനം കിട്ടിയിട്ടുള്ള നഴ്സിംഗ് കെയറാണ് ഏറ്റവും ആവശ്യം. അവർ വേണ്ട സമയത്ത് വേണ്ടയിടത്ത് ചെന്ന് ആ കെയർ വേണ്ട ഗുണമേന്മയോട് കൊടുക്കാൻ സാധിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ഡോക്ടർമാർ വേണം. പ്രത്യേക പരിശീലനം കിട്ടിയ പാലിയേറ്റീവ് മെഡിസിനിൽ പ്രത്യേക പരിശീലനം കിട്ടിയുള്ള ഡോക്ടർമാർ.